പാലക്കാട് നെന്മാറയിൽ ഒരു ചെന്താമര എന്ന് പറയുന്ന പരമചെറ്റ രണ്ട് നിരപരാധികളായ മനുഷ്യരെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് ഒളിവിൽ പോയി. സംഭവം എന്താണ്? ഇയാള് മുന്നേ ഒരു കേസിൽ ഇതേ ഫാമിലിയിൽപ്പെട്ട ഈ മരണപ്പെട്ട സുധാകരൻ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിലായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയും ജാമ്യം കൊടുത്ത് നാട്ടിലിറങ്ങിയ ആളാണ്. അപ്പോൾ എന്ത് ചെയ്ത് മൂപ്പർ രണ്ടാമതും കൊന്നു. എങ്ങനെയുണ്ട് കളികൾ? എന്നിട്ട് നാട്ടിലൊക്കെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞെന്താണല്ല, ഒരു കൊല ചെയ്താലും 2 കൊല ചെയ്താലും 10 കൊല ചെയ്താലും ഒരേ നിയമമുള്ളൂ, വേറെ നിയമമൊന്നുമില്ല, ഒരേ ശിക്ഷ ഉള്ളൂ എന്നാത്രേ പറഞ്ഞു. നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഈ ചെന്താമര എന്ന് പറയുന്ന തെണ്ടിക്ക് വരെ പേടിയില്ല. ഞാൻ ചോദിക്കണമല്ല, ഒരു കൊലക്കുറ്റം തെളിഞ്ഞ് ജയിലിലായ ഒരു നായിൻ്റെ മോനെ എന്തിനാണ് വെറുതെ ഈ ബഹുമാനപ്പെട്ട കോടതിയും ഒക്കെ ഇങ്ങനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ബാക്കിയുള്ളവരെ ജീവിതം വീണ്ടും തൊലപ്പിക്കുന്നത്? എന്തിനാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് പോലീസ് സംവിധാനം എന്തിനാണ്? ഒരു ജാമ്യം കോടതി, ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിട്ട് അയാൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അത്രേ. എന്താ, നെന്മാറ പഞ്ചായത്തിൽ അല്ലെ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരാൻ പാടില്ല എന്ന്. അങ്ങനത്തെ ഒരു ഇളവോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ജാമ്യത്തിന്റെ ഒരു കണക്കനുസരിച്ച് ഇങ്ങനെ ഈ ഇളവുകൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിടിച്ച് ഉള്ളിക്കാക്കാം, ജാമ്യം ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നെന്മാറ പഞ്ചായത്ത് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത ആള്, ആ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ജാമ്യം കൊടുത്ത ഒരാള് ഈ മുന്നേ കൊല ചെയ്യപ്പെട്ട ഇയാൾ കൊന്ന ആ സ്ത്രീയുടെ വീടിന്റെ അടുത്ത് തന്നെ, അയൽവാസിയാണ്, അവിടെ തന്നെ വന്ന് വീണ്ടും താമസിക്കണം. ഇതൊരു നാട്ടുകാരോടൊക്കെ പറയും ഞാൻ അവരെ കൊല്ലും, മറ്റേത് പറയും ആയുധെടുത്ത് നടക്കുക. അപ്പൊ ഇവര്, ഞാനായാലും നിങ്ങളായാലും ആരായാലും ജീവന് പേടില്ലാത്തതില്ലല്ലോ. ആ പാവ സാധുക്കൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, അയൽവാസികൾ കൂടി ചേർന്ന് പൊതു ഒപ്പ് ശേഖരിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോവുക. അപ്പൊ എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്? ഈ സ്കൂൾ ടീച്ചർമാര് സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ടുപോകും, എന്താടാ ഇനി അങ്ങനെ ചെയ്യരുതിട്ടാ, ഇനി ഒന്ന് അടിക്കും ഞാൻ, അവിടെ പോയിരുന്നോ. ആ ലെവല് ട്രീറ്റിംഗ് ആണല്ലോ അവിടെ സ്റ്റേഷനിൽ നടത്തിയിട്ടുള്ളത്. കാരണം വിളിച്ചു ആ മരണപ്പെട്ട അവരുടെ കുട്ടികളെ പറഞ്ഞ വാക്കുകളെ ഞാൻ പറഞ്ഞത്, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇനി ഇത് ആവർത്തിക്കരുതിട്ടോ, ഇങ്ങനെ ചെയ്യരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചത്രേ. പോലീസുമാരോട് എനിക്ക് പറയാനുള്ളത് വേറെ വാക്കിലാണ്, പക്ഷെ ഞാൻ മാന്യത അനുവദിക്കുന്നില്ല. ഓൾറെഡി കൊലക്കുറ്റം ചെയ്തപ്പെട്ട ഈ നായിന്റെ മോൻക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നത്? അപ്പൊ പിടിച്ച് ഉള്ളിലാക്കണ്ടേ? നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. പോലീസ് സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ് നെന്മാറ ഇരട്ടക്കൊലയിലേക്ക് എത്തിച്ചത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ച ചെന്താമര എന്ന പ്രതി കൊലവിളി മുഴക്കിയിട്ടും കേസെടുക്കാതെ ശാസ്തി വിടുകയായിരുന്നു പോലീസ്. പോലീസ് സംവിധാനത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടമായെന്ന് പറയുന്നു അമ്മയും അച്ഛനും നഷ്ടമായ അതുല്യയും അഖിലയും. ഇന്നലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സുധാകരന്റെ മക്കളുമായി പ്രിയ ഇളവള്ളി മഠം സംസാരിച്ചു. ആദ്യം ആ പ്രതികരണം കേൾക്കാം. കുട്ടികളുടെ ഈ പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് കേരള പോലീസിന് എന്തുത്തരം നൽകാനുണ്ട് എന്നുകൂടി നമുക്കറിയാം. സുധാകരന്റെയും സജിതയുടെയും മക്കളാണ് അതുല്യയും അഖിലയും. അമ്മ സജിത മരിക്കുമ്പോൾ അഖിലയ്ക്ക് പ്രായം വെറും 14 വയസ്സാണ്. അതേ കൊലയാളി തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ജീവനും എടുത്തിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ 2 പെൺമക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വെറും സംശയത്തിൻ്റെ പേരിലുണ്ടായ വൈരാഗ്യവും പകയുമാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ തന്നെ ഇല്ലാതാക്കിയത്. ഇപ്പോഴും ഇവർ പ്രതീക്ഷയിലാണ് ആ പ്രതിയെ പിടികൂടാൻ കഴിയും പോലീസിന് എന്നത്. നിങ്ങളിപ്പോൾ എന്താണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? അയാളെ കെട്ടിയിട്ട് കൊല്ലുക, എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. അമ്മ പോയി, അച്ഛനും പോയി, ഞങ്ങളിങ്ങനെ എവിടെ ഇരിക്കുക? ഞങ്ങൾക്ക് ഇനി ആരും ഉള്ളത്? എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല? ഞങ്ങൾ എവിടെ പോയിരിക്കും?
പോത്തുണ്ടിക്ക് പോകാൻ പറ്റൂ? നിങ്ങൾക്കിനി ആരും ഉള്ളത്? നിങ്ങൾ അന്ന് പരാതി കൊടുത്തിരുന്നില്ലേ? പോലീസിൽ പരാതിയായിട്ട് തന്നെ എഴുതി കൊടുത്തിരുന്നു? എഴുതിയിട്ട് തന്നെ കൊടുത്ത് 29-ാം തീയതി എഴുതി. ആ SIന്റെ അവിടെ ഞങ്ങൾ പറഞ്ഞിതാക്കിയത്. 2 കൊല്ലം കൂടുമ്പോ പോലീസ് മാറുമ്പോണ്ട് അവർക്കും ഒന്നും അറിയണില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതാ. എന്നിട്ടും അയാൾ എന്തെങ്ങനെ അവര് ഒന്നും നേരെ ഇതാക്കാത്തൊന്നും അറിയില്ല. നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ? അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാതെ ഇങ്ങനെ എല്ലാം ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ പോലീസുകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടോ, അയാളുടെ എന്തെങ്കിലും ആംഗ്യങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? അയാൾ ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ പെട്ടെന്ന് എന്താ അയാളുടെ മൈൻഡിൽ തോന്നണൊക്കെ ചെയ്യാണ്. അച്ഛനും അച്ഛമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നോ പേടിയുണ്ട് അവിടെ നിൽക്കാനൊക്കെ? അച്ഛമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ലോറി ഡ്രൈവർ ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ഞായറാഴ്ച വരും തിങ്കളാഴ്ച പോകും അങ്ങനെയുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും പോയി. ഇനി ഞങ്ങൾക്ക് ആരും ഉള്ളത്? എന്തത്ര പകരം ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് പറഞ്ഞത്? ഈ പെൺകുട്ടികളുടെ കണ്ണീരിന് ആരാ മറുപടി പറയാ? നാണമുണ്ടോ ഏമാന്മാരെ? ആരുമില്ലാത്ത പാവങ്ങൾ അവസാനം ആശ്രയിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയും നിയമപാലകരെയുമാണ്. അതാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ഒരാള് കൊല ചെയ്ത് തെളിഞ്ഞ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കെ ജാമ്യത്തിൽ വന്നിട്ട് വീണ്ടും കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു സാധാരണക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കുന്ന പോലെ ആ ഒരു ലാഘവത്തോടെ ഈ ഒരു സംഭവത്തെ ട്രീറ്റ് ചെയ്ത നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഈ കുട്ടികളുടെ ഈ ഒരു കണ്ണീരിന് മറുപടി പറയേണ്ടത്. അതുപോലെ തന്നെ ഇയാൾ എന്ത് പണിയാണ്? ചെന്താമര എന്ന് പറയുന്ന ഈ ചെറ്റ ഒരു വിശ്വാസി കൂടിയാണത്രേ. ഇവൻ ആദ്യം ഇവന്റെ ഭാര്യ പിണങ്ങിപ്പോയത് കാരണം ഇയാളെന്തോ ഒരു മന്ത്രവാദിനെ കാണാൻ പോയത്രേ. ഈ മന്ത്രവാദിയാണല്ലോ പറഞ്ഞത് ഏതോ ഒരു മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് ഇതിന് പിന്നില് താങ്കളുടെ ഭാര്യ തെറ്റിപ്പോയെന്ന്. അപ്പൊ ഈ പൊട്ടൻ ആലോചിക്കുമ്പോൾ ഇതിന്റെ മുന്നിലുള്ള ഈ സുധാകരൻ എന്ന് പറയുന്ന അയാളുടെ പാവം ഭാര്യ ഒന്നും അറിയാത്ത ഭാര്യക്ക് മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അപ്പൊ അവരാണെന്ന് വിചാരിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ആളെ പാവം സ്ത്രീയെ 2019 കൊന്നിട്ടാണ് ഇവൻ ജയിലിൽ പോയത്. അപ്പൊ ഇതിനൊക്കെ മുഖ്യ കാരണം ഈ മന്ത്രവാദി എന്ന് പറയുന്ന നായിന്റെ മോനാണ്. അവൻ ആദ്യം പിടിക്കണം. സത്യം പറയാലോ, ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇത്രയും രോഷാകുലനായിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഈ നായിന്റെ മോനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകും. അല്ലെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. നിങ്ങള് പോലീസിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ. ഇതുപോലെയുള്ള നാറികളെ ഒന്നും ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു ജാമ്യം കിട്ടിയതിന്റെ പേരിലാണല്ലോ ഇപ്പൊ അവനക്ക് പുറത്തിറങ്ങാൻ സാധിച്ചതും ബാക്കിയുള്ളവരും കൂടി കൊന്നതും. 5 പേരൊക്കെയാണ് കണക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയും ഉണ്ടത്ര 2 പേരൊക്കെ. ഇപ്പൊ 3 ആയിട്ടുള്ളൂ. ആളെ കിട്ടിയിട്ടുമില്ല. എങ്ങനെയുണ്ട് കഥ? ഇവനൊക്കെ ഇനി കിട്ടിയിട്ടുണ്ടെങ്കിണ്ടല്ല പുറം ലോകം കാണിക്കരുത്. ഇവൻ്റെയൊക്കെ ചുക്കാമണി എടുത്തിട്ട് അയിമലൊക്കെ മറ്റേ മുളക് തേച്ച് ഇങ്ങനെ ഗുളിക കുടിക്കുന്ന ദിവസം 3 നേരമൊക്കെ ആ വക പരിപാടി ചെയ്ത് ഇവനെ ഇഞ്ചിഞ്ചായിട്ട് ശിക്ഷിക്കണം. ഒറ്റടിക്കൊന്നും ഇവനെ അത് ശിക്ഷിക്കരുത്. ആ ലെവലിൽ ഇവനൊക്കെ ശിക്ഷിച്ചിട്ടുണ്ടല്ല. ഇവനെ ഒന്ന് പഠിക്കണം. സത്യം പറയാല, കുട്ടികളെ കരച്ചിൽ കണ്ടപ്പം വേറെ പലതരം തോന്നുന്നത്.